അസ്സലാമു അലൈക്കും. ബിസ്മില്ല. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാബാദ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 6 താരീഖുൽ ഇസ്ലാം, അതിലെ 6ാമത്തെ പാഠവും അതിൻ്റെ തദ്രീബാത്തുമാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ അറിയിക്കുക. നിങ്ങൾക്ക് ഇതിനു മുമ്പുള്ള പാഠങ്ങൾ അതുപോലെ തന്നെ മറ്റുള്ള സബ്ജക്റ്റുകളുടെയൊക്കെ തദ്രീബാത്ത് വർക്കുകൾ വേണമെങ്കിൽ മുന്ന ഷാഹിൽ മദ്രസ വേൾഡ് എന്ന ചാനലിൽ പോയിട്ട് അതാത് സബ്ജക്റ്റിൻ്റെ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ആ പാഠം ഒന്ന് നോക്കാം. അൽ വഹദത്തു സാദിസ, 6ാമത്തെ പാഠം. റബ്ബി ഉൻസുർനി. അപ്പോൾ ഈ പാഠത്തിൽ എന്താണ് പഠിക്കുന്നത് അതൊന്ന് നമുക്ക് വായിച്ചു നോക്കാം. ഇബ്രാഹിം അലൈഹിസലാമിൻ്റെ കൽപ്പന പ്രകാരം ലൂത്ത് അലൈഹിസലാം ഫലസ്തീനിൽ നിന്ന് അൽ മുത്തഫിക്കാത്ത് എന്ന നാട്ടിലെ സദൂമിലേക്ക് പോയി. അല്ലാഹു തആല അദ്ദേഹത്തെ അവിടുത്തുകാരുടെ നബിയും റസൂലുമായി നിയോഗിച്ചു. അവർ അവിശ്വാസികളും ഫാസിക്കുകളുമായിരുന്നു. കവർച്ചയും അക്രമങ്ങളും സ്വവർഗരതിയും പതിവാക്കിയ നീചന്മാർ. ലൂത്ത് അലൈഹിസലാം അവരെ നേർമാർഗത്തിലേക്ക് ക്ഷണിച്ചു. ക്ഷണം നിരസിച്ച അവർ അദ്ദേഹത്തെ നാട് കടത്തുമെന്ന് ഭീഷണിപ്പെടുത്തി. അല്ലാഹു തആലയുടെ ശിക്ഷ കൊണ്ടുവരാൻ വെല്ലുവിളിച്ചു. ലൂത്ത് അലൈഹിസലാം അല്ലാഹു തആലയോട് സഹായം തേടി. ജിബ്രീൽ അലൈഹിസലാം, മീകായിൽ അലൈഹിസലാം, ഇസ്രാഫിൽ അലൈഹിസലാം എന്നീ മലക്കുകളെ അല്ലാഹു തആല ഇറക്കി. കൗമാരപ്രായക്കാരായ സുമുഖരുടെ രൂപത്തിൽ അവർ രാത്രി സമയത്ത് ലൂത്ത് അലൈഹിസലാമിന്റെ വീട്ടിലെത്തി. ലൂത്ത് അലൈഹിസലാമിന്റെ ഭാര്യ ശത്രുക്കളുടെ സഹകാരിയായിരുന്നു. അവൾ വിവരം നൽകിയതനുസരിച്ച് നീചരായ ജനങ്ങൾ അതിഥികളെ ഉപദ്രവിക്കാൻ തുനിഞ്ഞു. അരുതെന്ന നബിയുടെ അപേക്ഷ അവർ സ്വീകരിച്ചില്ല. എന്നാൽ അവർക്ക് മലക്കുകളെ സമീപിക്കാൻ പോലും കഴിഞ്ഞില്ല. തിരിഞ്ഞു നോക്കാതെ വിശ്വാസികളോടൊപ്പം നാടുവിടാൻ ലൂത്ത് അലൈഹിസലാമിനോട് മലക്കുകൾ നിർദ്ദേശിച്ചു. നേരം പുലർന്നപ്പോൾ ഒരു ഘോര ശബ്ദമുണ്ടായി. അല്ലാഹു തആല അവരുടെ നാട് കീഴ്മേൽ മറിച്ചിട്ടു. നാട് വിട്ടുപോയ അവിശ്വാസികളെ ചുട്ട ഇഷ്ടികക്കല്ല് വർഷിച്ച് നശിപ്പിക്കുകയും ചെയ്തു. അതിൽ ലൂത്ത് നബി അലൈഹിസലാമിന്റെ ഭാര്യയും ഉൾപ്പെട്ടു. ചാവുകടലിന്റെ വടക്കേ മൂലയിൽ വെള്ളത്തിനടിയിലാണ് ആ പ്രദേശം ഇന്നുള്ളത്. ഇബ്രാഹിം അലൈഹിസലാമിന് 99 വയസ്സ് പ്രായമായി. സ്വാലിഹായ മക്കളെ നൽകാൻ അല്ലാഹു തആലയോടവർ ഉള്ളുരുകി പ്രാർത്ഥിച്ചു. അങ്ങനെ ഹാജർ റളിയല്ലാഹു അൻഹായിൽ ഇസ്മായിൽ അലൈഹിസലാം ജനിച്ചു. 14 വർഷത്തിനു ശേഷം സാറാ ബീവിയിൽ ഇസ്ഹാഖ് അലൈഹിസലാമും ജനിച്ചു. ഇസ്മായിൽ അലൈഹിസലാം മുല കുടിക്കുന്ന ശിശുവായിരിക്കെ അല്ലാഹു തആലയുടെ കൽപ്പന പ്രകാരം ഇബ്രാഹിം അലൈഹിസലാം ഹാജർ റളിയല്ലാഹു അൻഹായെയും മകനെയും മക്കയിൽ കഅബയ്ക്ക് സമീപം കൊണ്ടുചെന്നാക്കി. അന്ന് മക്ക ജനശൂന്യമായിരുന്നു. അല്ലാഹു തആലയുടെ കൽപ്പനയെ അവരെല്ലാം മനസ്സാ സ്വീകരിച്ചു. അവർക്കു വേണ്ടി ദുആ ചെയ്ത് ഇബ്രാഹിം അലൈഹിസലാം തിരിച്ചുപോയി. കുറച്ച് ഈത്തപ്പഴവും ഒരു തുകൽ പാത്രത്തിൽ അല്പം വെള്ളവും മാത്രമേ ഹാജർ റളിയല്ലാഹു അൻഹായുടെ പക്കൽ ഉണ്ടായിരുന്നുള്ളൂ. വെള്ളം തീർന്നപ്പോൾ അവർ വെള്ളമന്വേഷിച്ച് സഫ മർവ കുന്നുകൾക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. താഴ്ന്ന സമതലങ്ങളിൽ എത്തുമ്പോൾ കഅബയുടെ അടുത്ത് കിടത്തിയ കുഞ്ഞിനെ കാണാൻ സാധിക്കാത്തതിനാൽ ഉയർന്ന സ്ഥലത്ത് എത്തുന്നതുവരെ ഓടിക്കൊണ്ടിരുന്നു. 7ാം തവണ മർവയിൽ നിൽക്കുമ്പോൾ ഒരു ശബ്ദം കേട്ട് അവർ തിരിഞ്ഞു നോക്കി. അപ്പോഴതാ ഇസ്മായിൽ അലൈഹിസലാമിന്റെ കാൽപാദങ്ങൾക്കരിയിൽ മലക്ക് കിളയ്ക്കുന്നു. അവിടെ നിന്ന് വെള്ളം പൊട്ടിയൊഴുകി. ഹാജർ റളിയല്ലാഹു അൻഹ അത് തടഞ്ഞു നിർത്തി. അതാണ് സംസം. വെള്ളം കണ്ടപ്പോൾ യമനിലെ ജുർഹും ഗോത്രത്തിലെ ഒരു കുടുംബം ഹാജർ റളിയല്ലാഹു അൻഹായുടെ സമ്മതത്തോടെ അവിടെ താമസമാക്കി. ഇസ്മായിൽ അലൈഹിസലാം അവരിൽ നിന്ന് അറബി പഠിച്ചു. ഇബ്രാഹിം അലൈഹിസലാം ഇടയ്ക്കിടെ ഇസ്മായിൽ അലൈഹിസലാമിനെയും ഉമ്മയെയും സന്ദർശിക്കാൻ വരാറുണ്ടായിരുന്നു. അധ്വാനിക്കാൻ പ്രായമായപ്പോൾ മകനെ ബലി നൽകാൻ അല്ലാഹു തആല കൽപ്പിച്ചു. അതൊരു പരീക്ഷണമായിരുന്നു. സ്വപ്നത്തിലായിരുന്നു ആ കൽപ്പന. സഹനശീലനായ മകൻ സന്തോഷപൂർവ്വം സമ്മതം നൽകി. ബലിയെറുക്കാൻ ഒരുങ്ങിയപ്പോൾ അല്ലാഹു തആല പറഞ്ഞു, ഇബ്രാഹിം, നിങ്ങൾ നിശ്ചയം സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുന്നു. പകരം അല്ലാഹു തആല നൽകിയ മൃഗത്തെ അദ്ദേഹം ബലിയെറുത്തു. ഇതാണ് ഉലൂഹിയത്ത് കർമ്മത്തിന്റെ അടിസ്ഥാനം. പിന്നീട് അല്ലാഹു തആലയുടെ കൽപ്പന പ്രകാരം ഇബ്രാഹിം അലൈഹിസലാമും ഇസ്മായിൽ അലൈഹിസലാമും വിശുദ്ധ കഅബ നിർമ്മിച്ചു. തൂഫാനിൽ അത് നശിച്ചു പോയതായിരുന്നു. നിർമ്മാണം കഴിഞ്ഞപ്പോൾ അവർ പ്രാർത്ഥിച്ചു,
റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം. 175 വയസ്സ് പ്രായമായപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസലാം വഫാത്തായി. മരണാസന്നനായപ്പോൾ അള്ളാഹു തആലയെ മാത്രമേ ആരാധിക്കാവൂ എന്നും മുസ്ലിമായി ജീവിച്ചു മരിക്കണമെന്നും അദ്ദേഹം മക്കളോട് വസിയ്യത്ത് ചെയ്തു. ഫലസ്തീനിലെ ഹബ്രൂനിലാണ് അദ്ദേഹവും ഭാര്യ സാറ ബീവിയും മറമാടപ്പെട്ടത്. അപ്പോൾ ഇതോട് കൂടിയിട്ട് ഈ പാഠം കഴിഞ്ഞു. ഈ പാഠത്തിൽ നമ്മൾ ലൂത്ത് അലൈഹിസ്സലാമിനെ കുറിച്ച് പഠിച്ചു, ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് പഠിച്ചു. നിങ്ങൾ പാഠം നന്നായി വായിച്ച് മനസ്സിലാക്കുക. ഈ പാഠത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി വായിച്ച് മനസ്സിലാക്കണം. ഇനി നമുക്ക് ഈ പാഠത്തിന്റെ തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്തിലെ ഒന്നാമത്തെ പ്രവർത്തനം നുജീബു ബി കലിമത്തിൻ വാഹിദ, ഒറ്റ വാക്കിൽ ഉത്തരമെഴുതുക. 1. ഇസ്മായിൽ എന്ന മകൻ ജനിക്കുമ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ വയസ്സ് എത്ര? ഉത്തരം 99. 2. ഇസ്മായിൽ അലൈഹിസ്സലാം ജനിച്ച് എത്ര വർഷത്തിന് ശേഷമാണ് ഇസ്ഹാഖ് അലൈഹിസ്സലാം ജനിച്ചത്? ഉത്തരം 14 വർഷത്തിന്. 3. ഇസ്മായിൽ അലൈഹിസ്സലാം അറബി പഠിച്ചു ആരിൽ നിന്ന്? ഉത്തരം ജുർഹും ഗോത്രത്തിലെ ഒരു കുടുംബത്തിൽ നിന്ന്. 4. വഫാത്താകുമ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ വയസ്സ് എത്ര? ഉത്തരം 175 വയസ്സ്. 5. ഇബ്രാഹിം അലൈഹിസ്സലാം എവിടെയാണ് മറമാടപ്പെട്ടത്? ഉത്തരം ഫലസ്തീനിലെ ഹബ്രൂനിൽ. തദ്രീബാത്തിലെ രണ്ടാമത്തെ പ്രവർത്തനം നുക്കമ്മിൽ, വിട്ട ഭാഗം പൂരിപ്പിക്കാനുള്ളതാണ്. 1. ലൂത്ത് അലൈഹിസ്സലാമിനെ അല്ലാഹു തആല അൽ മുഅ്തഫികാത്തിലെ ഡേഷിൽ നബിയും റസൂലുമായി നിയോഗിച്ചു. അവിടെ പൂരിപ്പിക്കേണ്ടത് സദൂമിൽ. ലൂത്ത് അലൈഹിസ്സലാമിനെ അല്ലാഹു തആല അൽ മുഅ്തഫികാത്തിലെ സദൂമിൽ നബിയും റസൂലുമായി നിയോഗിച്ചു. 2. അല്ലാഹു തആലയുടെ ശിക്ഷ കൊണ്ടുവരാൻ സദൂം നിവാസികൾ ഡേഷിനെ വെല്ലുവിളിച്ചു. അവിടെ പൂരിപ്പിക്കേണ്ടത് ലൂത്ത് അലൈഹിസ്സലാമിനെ. അല്ലാഹു തആലയുടെ ശിക്ഷ കൊണ്ടുവരാൻ സദൂം നിവാസികൾ ലൂത്ത് അലൈഹിസ്സലാമിനെ വെല്ലുവിളിച്ചു. 3. മകനെ ഡേഷ് അല്ലാഹു തആല ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് കൽപ്പിച്ചു. അവിടെ പൂരിപ്പിക്കേണ്ടത് ബലി നൽകാൻ. മകനെ ബലി നൽകാൻ അല്ലാഹു തആല ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് കൽപ്പിച്ചു. 4. റബ്ബന തഖബ്ബൽ മിന്ന ഡേഷ് അൽ അലീം. അവിടെ പൂരിപ്പിക്കേണ്ടത് ഇന്നക അൻതസ് സമീഉ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം. ഇനി നോക്കൂ, തദ്രീബാത്തിലെ മൂന്നാമത്തെ പ്രവർത്തനം നുജീബ്, ഉത്തരം എഴുതാനുള്ളതാണ്. 1. സദൂം നിവാസികളുടെ സ്വഭാവങ്ങൾ എന്തെല്ലാമായിരുന്നു? ഉത്തരം അവർ അവിശ്വാസികളും ഫാസിക്കുകളുമായിരുന്നു. കവർച്ചയും അക്രമങ്ങളും സ്വവർഗരതിയും പതിവാക്കിയ നീചന്മാരുമായിരുന്നു. 2. സദൂം നിവാസികളെ അല്ലാഹു തആല നശിപ്പിച്ചതെങ്ങനെ? ഉത്തരം നേരം പുലർന്നപ്പോൾ ഒരു ഘോര ശബ്ദമുണ്ടായി. അല്ലാഹു തആല അവരുടെ നാട് കീഴ്മേൽ മറിച്ചിട്ടു. മൂന്നാമത്തെ ചോദ്യം, നാട് വിട്ടുപോയ അവിശ്വാസികളുടെ അവസ്ഥ എന്തായി? ഉത്തരം അല്ലാഹു തആല നാട് വിട്ടുപോയ അവിശ്വാസികളെ ചുട്ട ഇഷ്ടിക കല്ല് വർഷിച്ച് നശിപ്പിച്ചു. 4ാമത്തെ ചോദ്യം, അല്ലാഹു തആല കീഴ്മേൽ മറിച്ച സദോം ഇപ്പോൾ എവിടെയാണ്? ഉത്തരം ചാവുകടലിന്റെ വടക്കേ മൂലയിൽ വെള്ളത്തിനടിയിലാണ് ആ പ്രദേശം ഇന്നുള്ളത്. തദ്രീബാത്തിലെ 4ാമത്തെ പ്രവർത്തനം തഹസീസ്, അസൈൻമെന്റ് ചെയ്യാനുള്ളതാണ്. 1. സംസം എന്ന വിഷയത്തിൽ പ്രസംഗം തയ്യാറാക്കുക. അപ്പൊ നമുക്ക് ആ പ്രവർത്തനം നോക്കാം. പരിശുദ്ധവും അനുഗ്രഹീതവുമായ വെള്ളമാണ് സംസം വെള്ളം. കഅബയോട് ചേർന്നുള്ള അള്ളാഹുവിന്റെ മഹത്തരമായ ദൃഷ്ടാന്തങ്ങളിൽ ഒന്നാണ് സംസം. ഉദാത്തമായ ഒരു നാഗരികതയുടെയും അനന്യമായ ഒരു സംസ്കാരത്തിന്റെയും അനശ്വരമായ സ്മാരകമാണ് ഒരിക്കലും വറ്റാത്ത അത്ഭുത പ്രവാഹമായ വിശുദ്ധ സംസം എന്ന നീരുറവ. പ്രവാചകന്മാരും സദൃത്തരുമായ അനേകം ജനസന്തതികളുമായി സുദൃഢ ബന്ധമുള്ള ആ വിശുദ്ധ തീർത്ഥം സഹസ്രാബ്ദങ്ങളായി ഉത്കൃഷ്ട സന്ദേശവും പേറി മക്ക മണ്ണിൽ കഅബയുടെ മുറ്റത്ത് ശാന്തഗംഭീരമായി മനുഷ്യവംശത്തിന് ആശ്വാസമായി നിലകൊള്ളുന്നു. സംസം മഹത്തായ പുണ്യപാനമാണ്. പ്രവാചക ശ്രേഷ്ഠരായ ഇബ്രാഹിം നബി അലൈഹിസലാം അള്ളാഹുവിന്റെ ഉത്തരവനുസരിച്ച് പുത്രൻ ഇസ്മായിൽ അലൈഹിസലാമിനെയും ബീവി ഹാജർ റളിയല്ലാഹു അൻഹായെയും ജനവാസമില്ലാത്ത മക്ക തരിശുഭൂമിയിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചു. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അവരെ അവിടെ വിട്ട് പ്രബോധനത്തിനായി ഇബ്രാഹിം നബി അലൈഹിസലാം അവിടെ നിന്നും യാത്ര തിരിച്ചു. വെള്ളമോ സസ്യങ്ങളോ ഇല്ലാത്ത ആ വിജനമണ്ണിൽ ഉമ്മയ്ക്കും മകനും ഭക്ഷിക്കാനായി ഒരു പാത്രം വെള്ളവും കുറച്ച് കാരക്കയും നൽകി
ഇബ്രാഹിം അലൈഹിസലാം സ്വദേശത്തേക്ക് മടങ്ങി. അവർ കുറച്ചു ദിവസം അങ്ങനെ മക്ക മരുഭൂമിയിൽ കുഞ്ഞിന് മുലപ്പാൽ കൊടുത്തും വെള്ളം കുടിച്ചും കഴിഞ്ഞുകൂടി. കയ്യിലുള്ള വെള്ളമെല്ലാം തീർന്നപ്പോൾ അവർ പരിഭ്രാന്തയായി. ഇനി എന്തു ചെയ്യും? ഈ വിജനമായ മരുഭൂമിയിൽ ഒരിറ്റു വെള്ളം പോലുമില്ലാതെ ഒരു ചോര പൈതലിനെയുമായി ഞാൻ തനിച്ച്. അവർ വിഷാദിച്ചു. ഈ വിഷാദാവസ്ഥയിൽ അടുത്തെവിടെയെങ്കിലും വെള്ളമുണ്ടോ എന്ന് അന്വേഷിക്കുവാനായി കുഞ്ഞിനെ കഅബയ്ക്കടുത്തായി കിടത്തിയിട്ട് തൊട്ടടുത്തുള്ള സഫാ കുന്നിലേക്ക് അവർ പുറപ്പെട്ടു. മലഞ്ചെരുവിൽ ആരെങ്കിലുമുണ്ടോ എന്ന് നോക്കി. ഫലം നിരാശ. തൽക്ഷണം സഫയിൽ നിന്ന് താഴ്വരയിലേക്ക് ഇറങ്ങി. പിന്നെ മർവ കുന്നിലേക്ക് നടന്നു. അതിനിടെ കുറച്ചു ദൂരം അവർ വേഗത കൂട്ടിയിരുന്നു. മർവയിലെത്തി 4 പാടും നോക്കി. ആരുമില്ല. നിരാശരായ ഹാജർ ബീവി കുടിനീരിനു വേണ്ടി വീണ്ടും സഫ മർവയ്ക്കിടയിൽ അങ്ങോട്ടുമിങ്ങോട്ടും 7 തവണ ഓടി. 7ാം തവണ മർവയിൽ വെച്ച് ഒരശരീരി കേട്ടു. ഉടനെ അവർ അങ്ങോട്ട് തിരിച്ചു. അള്ളാഹുവിനോട് ദുആ ചെയ്തു. തുടർന്ന് ഇസ്മായിൽ അലൈഹിസലാമിനെ കിടത്തിയ ഭാഗത്തേക്ക് നോക്കിയപ്പോൾ അത്ഭുതകരമായ കാഴ്ച കാണുകയുണ്ടായി. കുഞ്ഞിന്റെ കാലിന്റെ അടിഭാഗത്ത് നിന്നും വെള്ളം ദ്രുതഗതിയിൽ പൊട്ടിയൊഴുകുന്നു. ശക്തിയായി പ്രവഹിക്കുന്ന വെള്ളം. തടഞ്ഞു നിർത്തുവാനായി അവർ ചുറ്റുപാടും മണ്ണ് കൂട്ടിയിട്ടു. സംസം അടങ്ങുക, അടങ്ങുക എന്ന് പറഞ്ഞു. അപ്രകാരമാണ് ഈ അത്യത്ഭുത തീർത്ഥത്തിന് സംസം എന്ന് നാമം വീണത്. ഏത് രോഗത്തെയും സുഖപ്പെടുത്താനും ഭക്ഷണമായി ഉപയോഗിക്കാനും ഇതിനു കഴിവുണ്ട്. ഇത്രയും മഹത്വമുള്ള ഈ പുണ്യതീർത്ഥം മതിവരുവോളം നുകരാനും കൺകുളിർക്കെ കാണുവാനും സർവശക്തനായ അള്ളാഹു തആല തുണയ്ക്കട്ടെ. ആമീൻ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് നിങ്ങൾ ആ പ്രവർത്തനം പൂർത്തിയാക്കുക. ഇനി നോക്കൂ, തഹ്സീസ് അതിലെ 2ാമത്തെ പ്രവർത്തനം. സഹനശീലനായ ഇസ്മായിൽ എന്ന വിഷയത്തിൽ ലേഖനം തയ്യാറാക്കുക. നമുക്ക് ആ പ്രവർത്തനം നോക്കാം. സഹനശീലനായ ഇസ്മായിൽ അലൈഹിസലാം എന്നൊരു ഹെഡിങ് കൊടുക്കുക. ഇബ്രാഹിം നബി അലൈഹിസലാമിന് തന്റെ പൊന്നോമനയെ ലാളിച്ച് കൊതി തീർന്നില്ല. അപ്പോൾ അള്ളാഹുവിന്റെ കൽപ്പന വന്നു. അധ്വാനിക്കാൻ പ്രായമായപ്പോൾ ഇസ്മായിൽ അലൈഹിസലാമിനെ ബലി നൽകാൻ അള്ളാഹു ആജ്ഞാപിക്കുന്നു. അദ്ദേഹം ചിന്താകുലനായി. ഇത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. മകനെ വിളിച്ച് വിവരം പറയാൻ അദ്ദേഹം നിശ്ചയിച്ചു. അഭിപ്രായം ആരായാനല്ല, മകന്റെ ഹൃദയസ്ഥിതിയും ക്ഷമാശീലവും അറിയാനായിരുന്നു. മകനെ ബലിയർപ്പിക്കണമെന്ന് അള്ളാഹു സ്വപ്നദർശനം നൽകിയിരിക്കുന്നു. മകനെ, നീ എന്തു പറയുന്നു? പിതാവ് പുത്രനോട് ആരാഞ്ഞു. സഹനശീലനായ പുത്രൻ ഇസ്മായിൽ അലിഹിസലാം സന്തോഷപൂർവം പ്രിയ പിതാവിന് സമ്മതം അറിയിച്ചു. അങ്ങയോടെന്ത് ആജ്ഞാപിക്കപ്പെട്ടുവോ അതങ്ങ് നടപ്പാക്കുക. എനിക്കതിൽ യാതൊരു ചാഞ്ചല്യവുമില്ല. അള്ളാഹു ഉദ്ദേശിക്കുകയിൽ ക്ഷമാശീലരിൽ അങ്ങനെ കാണും. ഇസ്മായിൽ അലിഹിസലാം പിതാവിനോട് പറഞ്ഞു. ഒരു പരീക്ഷണം നടക്കാൻ പോവുകയാണ്. അനുപമമായ പരീക്ഷണം. പിതാവ് പുത്രനെ അറുക്കുന്ന അതുല്യ പരീക്ഷണം. അള്ളാഹുവിന്റെ ആജ്ഞയാൽ അവന്റെ തൃപ്തിക്കു വേണ്ടി ചെയ്യുന്ന ധീരകൃത്യം. അവസാനം അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് താങ്കളുടെ സ്വപ്നം താങ്കൾ സത്യമായി പുലർത്തിയിരിക്കുന്നു എന്ന അറിയിപ്പ് ലഭിച്ചു. ഇബ്രാഹിം അലൈഹിസലാം ബലി നിർത്തി. തൽസ്ഥാനത്ത് ഒരു ആടിനെ ബലി അറുക്കാൻ അള്ളാഹു കൽപ്പിച്ചു. മഹത്തായ ഒരു പരീക്ഷണത്തിന് അന്ത്യം കുറിക്കപ്പെട്ടു. പിതാവും പുത്രനും വിജയശ്രീലാളിതരായി സന്തോഷസമേതം വീട്ടിലേക്ക് തിരിച്ചു. അപ്പൊ ഇത്രയാണ് നിങ്ങൾ ആ പ്രവർത്തനത്തിന്റെ ഉത്തരമായിട്ട് എഴുതേണ്ടത്. തഹ്സീസ് അതിലെ 3ാമത്തെ പ്രവർത്തനം. ഇസ്മായിൽ നബി അലൈഹിസലാമും ബലി അർപ്പണവും എന്ന വിഷയത്തിലുള്ള മാപ്പിളപ്പാട്ടുകൾ ശേഖരിച്ച് ക്ലാസ്സിൽ അവതരിപ്പിക്കുക. അപ്പൊ നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള പാട്ടുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇതോടുകൂടിയിട്ട് ഈ പാഠവും ഈ പാഠത്തിന്റെ തദ്രീബാത്ത് വർക്കുകളും കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാ അടുത്തൊരു സബ്ജക്റ്റിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.